ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞിന് ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്ട്സിന്റെ റിവ്യൂസ് ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനങ്ങനെ ഒത്തിരി പ്രോഡക്ട്സുകളൊന്നും യൂസ് ചെയ്യാറില്ല, വളരെ കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് നല്ലൊരു ബെനിഫിറ്റ് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇതൊക്കെയാണ്. ഇത് വന്നിട്ട് ബേബി വാഷിംഗ് ജെല്ലാണ്. ഇത് ബ്രാൻഡ് വരുന്നത് കൂൾ ആൻഡ് കൂൾ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് വരുന്നത്. ഇത് നമ്മൾ ഇവിടെ ദുബായിൽ വന്നിട്ട് വാങ്ങിയ സംഭവമാണ്. എനിക്കറിയില്ല നാട്ടിൽ ഈ ബ്രാൻഡ് അവൈലബിൾ ആണോ എന്നുള്ളത്. ഇതിവിടെയാണ് ഞാൻ കണ്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. പാരബൻ ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്, ഡൈസ് ഫ്രീ ആണ്. ഇതിന് ഹെഡ് ടു ടോയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. ഞാൻ ഉപയോഗിച്ചിട്ടും എനിക്ക് നല്ലൊരു ശബ്ദമാണ് തോന്നിയത്. ഒരു വേറെ ബുദ്ധിമുട്ടുകളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതൊരു 750 ml വരുന്നൊരു ബോട്ടിലാണ്. അപ്പം അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ മാത്രം ഉണ്ട് സംഭവം ഇത്. ഇപ്പം ഞാനിത് ഇവിടെ വന്നിട്ട് വാങ്ങിയത് ഏകദേശം ഒരു 4 months-ഓളം ആയി. എനിക്കിത് നല്ല ലാസ്റ്റിംഗ് ആണ് സംഭവം. നമുക്ക് കുറച്ച് ഡ്രോപ്സ് എടുത്തുവെച്ചാൽ മതി. നല്ല പതയുള്ള സംഭവമാണ്. നമുക്ക് യൂസ് ചെയ്യുന്നതിന് എനിക്ക് വലിയ ഇത് തോന്നിയിട്ടില്ല. കുഞ്ഞുണ്ടായ സമയത്ത് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് സോപ്പായിരുന്നു. അത് വന്ന് സെബാമെഡിൻ്റെ ആയിരുന്നു സോപ്പ്. അത് നല്ല സോപ്പായിരുന്നു, നല്ല ബ്രാൻഡായിരുന്നു. pH ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള സോപ്പായിരുന്നു. എനിക്ക് ഗ്രാജുവലി ഇത് നന്നായിട്ടാണ് തോന്നിയത്. ബട്ട് പിന്നീട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സോപ്പ് നമ്മൾ കൈകൊണ്ട് യൂസ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെയും പെട്ടെന്ന് അങ്ങനെ ഡേർട്ടി ആവുന്ന പോലെ എനിക്ക് തോന്നി, അലുത്തു പോകുന്ന പോലെ തോന്നി. കാരണം അഴുക്കുകളൊക്കെ പിടിച്ചിരിക്കുന്ന ആ ഒരു, അതായത് എണ്ണയൊക്കെ ഇട്ട് നമ്മൾ കുളിപ്പിക്കുന്നതല്ലേ കുഞ്ഞിനെ, സോ അത് സോപ്പിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ സോപ്പ് മാറ്റാം എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ബോഡി വാഷിലോട്ട് വന്നത്. ബോഡി വാഷ് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് യൂസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു സ്ക്യൂസ് എടുക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു 2-3 ഡ്രോപ്സ് ഒക്കെ എടുത്താൽ മതിയല്ലോ നമുക്ക്. അപ്പം നമുക്ക് അതിലും ആ ഒരു സംഭവം നമ്മൾ പിന്നെ ബാക്കിയുള്ളത് കേടാവുകയില്ല, നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അടുത്തത് വന്നിട്ട് സെറ്റാഫിലിൻ്റെ ബേബി ലോഷനാണ് വരുന്നത്. ഇത് ഡെയിലി ലോഷനാണ്. സ്കിന്ന് എല്ലാ ടൈപ്പ് സ്കിൻസിനും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. അതായത് കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഡോക്ടറാണോ ഇത് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല സാധനമാണ്. കുഞ്ഞ് ഉണ്ടായ ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണ്. നമ്മൾ ഒത്തിരി എമൗണ്ട് എടുക്കുന്നില്ലാത്തത് കൊണ്ട് കുറച്ചൊരു എമൗണ്ട് എടുത്താണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. നല്ലൊരു സംഭവമാണിത്. ഡ്രൈനെസ് ഒന്നും ഉണ്ടാവാതെയൊക്കെ നല്ല, അതായത് നമുക്ക് ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്യാവുന്ന സംഭവമാണ്. pH കാര്യങ്ങളൊക്കെ ബാലൻസ് ആയിട്ടുള്ള നല്ലൊരു ഇതാണ്. അത് നമുക്ക് ഏകദേശം റേറ്റ് വന്നത് ഒരു 800-നടുത്ത് റേറ്റ് വന്നായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് അത്യാവശ്യം സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. കൂടാതെ ലോങ് ലാസ്റ്റിങ്ങുമാണ് സാധനം. കാരണം നമ്മൾ ഇത്ര പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അത്യാവശ്യം നല്ല സാധനങ്ങൾ വാങ്ങിക്കണം. pH ബാലൻസ്ഡ് ആയിട്ടുള്ളവരുടെ സ്കിന്നിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സംഭവമാണ്. അപ്പം ഞാൻ അത് ആദ്യം വാങ്ങിക്കാനായിട്ടൊരു ഇതായിരുന്നു, നമുക്ക് വേറെ ബ്രാൻഡ് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വാങ്ങിയതിന് ശേഷം ഇത് ഒത്തിരി ലാസ്റ്റിംഗ് ആണ് സംഭവം. അപ്പം ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. അത്ര തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ടും തീർന്നിട്ടില്ല സംഭവം. നല്ലൊരു സാധനമാണ് എനിക്ക് തോന്നിയിട്ട്. അത്രയ്ക്ക് നല്ല എഫക്റ്റും ഉള്ള സംഭവമാണ്. അടുത്തത് വന്നിട്ട് ഡയപ്പർ റാഷ് ക്രീമാണ്. ഇത് ഞാൻ സെബാമെഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. pH 5.5 വരുന്നതാണ്. എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് ഇതാണ്. യൂസ് ചെയ്തില്ല. ഞാൻ വേറെ ഒരു ബ്രാൻഡും കൂടി യൂസ് ചെയ്തിരുന്നു, പക്ഷെ എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയില്ല. സെബാമെഡിൻ്റെ ഇത് ഡയപ്പർ റാഷ് ക്രീം നല്ലതാണ്, നമുക്ക് യൂസ് ചെയ്യാം. ഞാനിത് ഡെയിലി ഫുള്ളൊന്നും യൂസ് ചെയ്യാറില്ല, നൈറ്റിൽ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നിയൊരു ക്രീമാണിത്. അടുത്തത് ഇത് വന്നിട്ട് ഒരു പൗഡറാണ്. ഇത് പൗഡർ നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്, കാരണം ടാൽക്ക് വരുന്നതുകൊണ്ട്. ബട്ട് ഇതെന്ന് പറയുന്നത് ടാൽക്ക് ഫ്രീ ആയിട്ടുള്ള പൗഡറാണ്. ഇത് മമ്മാർത്തിൻ്റെയാണ്. ഇത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്യുവർ വെജായിട്ട് വരുന്ന ഒരു പൗഡറാണ് വരുന്നത്. ഡെർമറ്റോളജിക്ക് ടെസ്റ്റ് ചെയ്തതാണ്. പാരബൻ ഫ്രീ ഒക്കെയാണ്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. വേറെ പ്രശ്നം, കാരണം ഞാൻ ഒത്തിരി പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല. പൗഡർ ഇത് ശരിക്കും ഞാൻ മേടിച്ചിരിക്കുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, പൊട്ടൊക്കെ തൊടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ, അതൊന്ന് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഞാൻ പൗഡറേ യൂസ് ചെയ്യാറില്ല. പൗഡർ പിള്ളേർക്ക് ചീത്തയാണ്, പക്ഷേ നമ്മൾ മേടിക്കുമ്പം അത്യാവശ്യം നല്ലത് മേടിക്കണമല്ലോ. അത് ടാൽക്ക് ഫ്രീ ആണ് ഇത്. അത് മെയിനായിട്ടും പൗഡർ മേടിക്കുമ്പം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതാണ്. മമ്മാർത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതാണ്. പക്ഷേ നമുക്ക് എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല. എന്നാൽ ഇത് അത്യാവശ്യം നല്ലതാണ്. ഇത്രയുമാണ് മെയിനായിട്ട് ഞാൻ കുഞ്ഞിന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒത്തിരി ഞാൻ പ്രോഡക്റ്റ് ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. കാരണം വെറുതെ എന്തിനാണ് അവരുടെ സ്കിൻ ഇതാക്കുന്നത്? അത്യാവശ്യം വേണ്ടത് മാത്രം മതിയല്ലോ. പിന്നെ ഇത് 2 ക്രീം, അതായത് നമ്മൾ ഈ എന്തെങ്കിലും റാഷസ് അല്ലെങ്കിൽ റെഡ്നെസ്
എന്തെങ്കിലും ഇച്ചിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഇത്. നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാണ്. അത്യാവശ്യം നല്ലൊരു ക്രീമായിട്ട് എനിക്ക് തോന്നിയതാണ്. നമുക്ക് ഇവിടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. കാൻഡിഡ് ആണ് ഇതിൻ്റെ പേര് വരുന്നത്. എനിക്ക് ഇത് നന്നായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ റിവ്യൂവിൽ ഞാൻ പറയാൻ തോന്നിയത്. അത്യാവശ്യം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല. അപ്പം എന്തെങ്കിലുമൊക്കെ റാഷസോ കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നാട്ടിൽ നിന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. അടുത്ത ഇത് വന്നിട്ട് ഇവിടെ നമ്മൾ ദുബായിൽ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ റാഷസിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് കുഞ്ഞിന് ചെറിയൊരു ഇതുപോലെ പാട് പോലെ റെഡ്നെസ് പോലെ വന്നായിരുന്നു. അപ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ക്രീമാണിത്. ഇതും അത്യാവശ്യം ഡയപ്പർ റാഷ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾ ഇൻ ഓൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബോഡിയിൽ എന്ത് ഇച്ചിങ്ങോ കാര്യങ്ങളോ എന്ത് വന്നാലും ഡയപ്പർ റാഷ് ക്രീമിനും റാഷസിനും വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പക്ഷെ ഇത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ ഡോക്ടർ ചോദിച്ചിട്ട് എന്താണ് പറയുന്നത് ആ രീതിയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. ഇത് യൂസ് ചെയ്യുമ്പം കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ബോഡിയിലും. സോ ഇത് മാത്രം, ഈ ഒരു ക്രീം മാത്രം നമുക്ക് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഈ ക്രീം നമ്മൾ സെയിം തന്നെ കാൻഡിഡ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം തന്നെയാണ്. ഈ റെഡ്നെസ്സിനും കുട്ടികൾക്കുള്ള ഇച്ചിങ്ങിനും എന്തെങ്കിലുമൊക്കെ കൊതുക് ഉറുമ്പൊക്കെ കടിക്കുന്ന പാടിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ക്രീമാണ്. അത് സെയിം കാൻഡിഡ് പോലെ തന്നെ ഉള്ളതാണ്. പക്ഷെ നമ്മളിവിടെ ദുബായ് വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത് കാൻഡിഡ് ആയിരുന്നു. കാൻഡിഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾക്കറിയാമല്ലോ, നമ്മൾ ഒരു മെഡിസിൻസ് ഒക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത് അതായത് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു 2-3 മാസത്തേക്കൊക്കെ, മറ്റേ കഴിക്കുന്ന മരുന്നുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മാസമൊക്കെ ഡോക്ടേഴ്സ് പറയാറുള്ളൂ യൂസ് ചെയ്യാൻ. അത് കഴിയുമ്പോൾ നമ്മൾ തീർന്നാലും തീർന്നില്ലേലും അത് ബോട്ടിൽ മാറ്റി പുതിയത് വാങ്ങണം എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കാൻഡിഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം വേറെ വാങ്ങിയതാണ്. പക്ഷേ ഇതിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ്. ഞാൻ കൂടുതലായിട്ട് പ്രോഡക്റ്റ്സുകളൊന്നും തന്നെ യൂസ് ചെയ്യാറില്ല. അപ്പം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ലതാണ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതുമാണ്. കാരണം അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഈ സെബാമെഡിൻ്റെയും സെറ്റാഫിലിൻ്റെയും പ്രോഡക്ട്സുകൾക്കൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ഒരു വട്ടം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയുമൊക്കെ പ്രോഡക്റ്റുകളിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രോഡക്റ്റുകളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ അതിൻ്റെ pH വാല്യൂ നോക്കിയിട്ടാണ്. ദെൻ ബാക്കി ക്രൈറ്റീരിയകളൊക്കെ നോക്കും, പാരബിൻ ഫ്രീ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ കുട്ടികളുടെ പ്രോഡക്ട്സുകളൊക്കെ തന്നെ വാങ്ങുന്നത്. പക്ഷേ അതിൽ മെയിനായിട്ട് നോക്കുന്നത് pH തന്നെയാണ്. അപ്പം അത് ആ ഒരു പ്രോഡക്റ്റിൽ എഴുതിയിരിക്കുന്നത്, അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണോ അത് നോക്കിയിട്ടാണ് നമ്മളെല്ലാം വാങ്ങുന്നത്. പക്ഷെ ശരിക്കും വാസ്തവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലവർ കൊടുത്തിരിക്കുന്നത് ശരിയല്ല എന്നാണ് കറക്റ്റായ കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് pH ഇപ്പം നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഒത്തിരിയധികം സാധനങ്ങൾ അവൈലബിൾ ആണ്. അത് മേടിച്ച് നമ്മൾ pH വാല്യൂ ഓരോ പ്രോഡക്റ്റിനെയും നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഞെട്ടിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പണ്ട് കാലം പോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കേട്ടിരിക്കുന്നതായിട്ടുള്ളൊരു സംഭവമാണ് ഹിമാലയയുടെ. എനിക്ക് ഒത്തിരി ഞെട്ടിപ്പോയൊരു സംഭവമാണ് ഞാനത്. കാരണം ഹിമാലയയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു പ്രോഡക്റ്റിനെ ഡിഗ്രേഡ് ചെയ്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം അതിൻ്റെ pH വാല്യൂ നോക്കിയിട്ട് അത് ഒട്ടും നമ്മളുടെ കുട്ടികളുടെ സ്കിന്നുമായിട്ട് ബാലൻസ് ചെയ്യുന്ന pH അല്ല. പക്ഷേ ഹിമാലയയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അത്രയധികം ഡിമാൻഡിലും എല്ലാവരും മേടിക്കുന്നതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും ഉള്ള ഒരു സംഭവമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റിൽ pH വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് അല്ല എന്നത് അറിയുമ്പോഴത്തേക്കും അത് എത്രത്തോളം ഇതുണ്ടാക്കും നമുക്ക് എന്ന് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ കുട്ടികൾക്ക് സോപ്പ് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യം സെബാമെഡിൻ്റെ സോപ്പായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ സോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കിന്നിന് വേറെ ഒരു പ്രോബ്ലങ്ങളും കുഞ്ഞിനുണ്ടായിട്ടില്ല. അതൊരു കാര്യം ഞാൻ എടുത്ത് പറയാം. കാരണം നല്ല സോപ്പ് തന്നെയാണ്, അത് നല്ല ബ്രാൻഡഡും ആണ്, നല്ല സാധനവുമാണ്. പക്ഷെ എന്നാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് കുറച്ചൊക്കെ ഒരു എന്താണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മൾ കൈകൊണ്ട് യൂസ് ചെയ്ത് പിന്നെയും ഈ എണ്ണമയവും കാര്യങ്ങളും ഒക്കെ സോപ്പിൽ തന്നെ ഇരിക്കുമ്പം അത് ഒത്തിരി ഇതുണ്ടാക്കുന്നുണ്ട്. അത് ഏത് സോപ്പാണെങ്കിലും ഏറ്റവും നല്ലത് അവർക്കുള്ളത് ബാത്ത് വാഷ് ആയിട്ടുള്ള സംഭവങ്ങൾ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ബാത്തിങ് പൗഡേഴ്സ് ഒക്കെ കിട്ടും കുഞ്ഞുങ്ങൾക്കുള്ളത്, അതും നല്ലതാണ്. പക്ഷെ അത് ചിലപ്പം കൂടുതൽ പിള്ളേർക്ക് സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം കൂടുതലും നല്ലത് നമ്മൾ നല്ല ജെന്റിലായിട്ടുള്ള വാഷിംഗ് ജെല്ലുണ്ടാവും, അതായിരിക്കും യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഇതിൽ നിന്നൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികൾക്ക് പ്രോഡക്റ്റ്സ് എടുക്കുമ്പം
കൂടുതലും വിലയല്ല നമ്മൾ നോക്കേണ്ടത്, അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് തന്നെ വീട്ടിൽ നിന്നും അതിൻ്റെ pH വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമല്ലേ നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി നമ്മൾ ക്രീമും അത് ഇത് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ സ്കിന്നിന് വേറേതായിട്ടുള്ള ഒരു പ്രോബ്ലംസും ഇല്ലാത്തതാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും ആവശ്യമില്ലാണ്ട് സാധനങ്ങൾ മേടിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പം വേണ്ട സാധനങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ചില ഇതുപോലത്തെ കാര്യങ്ങൾ സോപ്പിന് പകരം അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.